ഹലോ ഫ്രണ്ട്സ്, നമ്മൾ രാവിലെ എണീച്ച് വന്നപ്പോൾ അമ്മ ഭയങ്കര പണിയിലിരുന്നിട്ട് നോക്കുമ്പോൾ എന്താ ഉണക്കൽ കറിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ മീൻ കിട്ടാനില്ലല്ലോ. അപ്പോൾ അതിനുള്ള തേങ്ങയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്, ചിരകി അരച്ച് വെച്ചിട്ടുണ്ട് അമ്മ. പിന്നെ ഉണക്കലൊക്കെ നന്നാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ എന്താ ഉപ്പേരി ചോദിച്ചപ്പോൾ പയറാണെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പയറരിയട്ടെ വിചാരിച്ച് നിന്നപ്പോൾ അമ്മ പറഞ്ഞു പയറൊക്കെ അടുപ്പത്താണ്, ഉപ്പേരി ആയിരിക്കുന്നത് പറഞ്ഞു. അപ്പോൾ ഞാൻ എന്താ ചെയ്യേണ്ടത് ചോദിച്ചപ്പോൾ അമ്മ പറഞ്ഞു ചമ്മന്തി ഉണ്ടാക്കണം, ഉള്ളി അരിഞ്ഞു പറഞ്ഞു. ഉള്ളി അരിഞ്ഞ് തുടങ്ങിയപ്പോൾ തന്നെ ദീച്ചുകൂട്ടൻ എനിക്ക് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നന്ദുട്ടി പോയിട്ട് വേഗം ദീച്ചുകൂട്ടനൊക്കെ എടുത്തിട്ട് വന്ന്, പിന്നെ ദീച്ചുകൂട്ടൻ നന്ദുട്ടി എടുത്തായിരുന്നു കുറച്ച് നേരമൊക്കെ. പിന്നെ നമ്മൾ അവൾക്ക് ഫുഡ് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇങ്ങനെ നടന്ന് കഴിക്കണം, അതാണ് കഴിക്കില്ല. പിന്നാണ് നടന്നത് നമ്മളിങ്ങനെ എന്തെങ്കിലുമൊക്കെ അങ്ങനെ പറഞ്ഞു കൊടുക്കണം. അപ്പോൾ 9 മണി ആയിട്ടുണ്ടായിരുന്നിട്ട് അപ്പോൾ വല്യമ്മ അമ്മയ്ക്ക് കൊണ്ടുപോകാനുള്ള ചോറൊക്കെ എടുത്തിട്ട് വന്നിട്ടുണ്ടേ. അപ്പോൾ ദീച്ചുകുട്ടന് ഈ വെയിറ്റിംഗ് മെഷീൻമേ ഒന്ന് കയറി നിൽക്കണം ഭയങ്കര ഇഷ്ടമാണ്. അതിൻ്റെ ഡിജിറ്റ് ഇങ്ങനെ മാറി മാറി വരുന്നത് അവൾക്ക് കാണാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അവിടെ ഇടയ്ക്കിടയ്ക്ക് അത് കണ്ടിട്ടുണ്ടെങ്കിൽ അമ്മ കയറി നോക്കും. അപ്പോൾ അങ്ങനെ രാവിലെ ഒന്ന് കണ്ടപ്പോൾ കയറി നോക്കുകയാണ്. അങ്ങനെ അമ്മ പോകാൻ നേരമായി ടാറ്റയ്ക്ക് കൊടുക്കുന്നുണ്ട്, അമ്മയ്ക്ക് ടാറ്റയും അമ്മയ്ക്ക് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അമ്മ വൈകുന്നേരം വേഗം വരട്ടാന്നൊക്കെ പറഞ്ഞിട്ട് പോകുന്നുണ്ട്. 4 മണി 4:30 വിട്ട് അമ്മ വരാൻ വേണ്ടിയിട്ട് സ്കൂളിൽ നിന്ന്. പിന്നെ ഞാൻ അടിച്ചു വരികയാണ്. അടിച്ചു വരുമ്പോൾ അവൾക്ക് ചൂലൊന്ന് വേണം. അടിച്ച് പറഞ്ഞിട്ട് വരും, അവൾക്ക് അടിച്ചു വരാൻ വേണ്ടിയിട്ടാണ്. ഞാനവിടെ ബെഡ്ഷീറ്റൊക്കെ ഒന്ന് മടക്കി വയ്ക്കാൻ പോയപ്പോൾ അവൾ ഒന്ന് ചൂലെടുത്ത് കളിച്ചിട്ടുണ്ടായിരുന്നേ. പിന്നെ പൂച്ചയ്ക്കും തത്തയ്ക്കൊക്കെ ഫുഡ് കൊടുക്കാൻ കേട്ടോ, അമ്മമ്മ കൊടുക്കുകയാണ് പൂച്ചയ്ക്കും തത്തയ്ക്കൊക്കെ. അതൊക്കെയാണ് ഞങ്ങൾ രാവിലത്തെ പരിപാടികൾ. ഇതിനൊക്കെ ഇങ്ങനെ നോക്കി നിൽക്കണം. ഇടയ്ക്ക് നമുക്കും അമ്മമ്മ തരും, ഇരുന്നിട്ട് നമ്മൾ കുറച്ച് നേരം ഇരുന്ന് കളിക്കണം. അതൊക്കെ കഴിഞ്ഞപ്പോൾ നമ്മൾ ഇന്ന് മുരിങ്ങയില ഉപ്പേരി ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ വല്യമ്മ അതിൽ നിന്ന് നന്നാക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാനൊന്ന് അങ്ങോട്ട് പോയി, ഞാൻ നന്നാക്കിയിട്ടൊന്നുമില്ല കേട്ടോ, വല്യമ്മ നന്നാക്കിയിരുന്നത്. അപ്പോൾ അച്ഛൻ കുറച്ച് വേപ്പിലൊക്കെ പൊട്ടിച്ചിട്ട് വല്യച്ഛൻ്റെ അടുക്ക് കൊണ്ടുപോകാൻ പോകുന്നുണ്ട് കേട്ടോ. അത് അമ്മായി വരുമ്പോൾ കൊണ്ടുവന്ന മുരിങ്ങയില ഉണ്ട്. അപ്പോൾ അവിടെ നന്നാക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ കുറച്ച് വേപ്പിൻ്റെ ഇല, ഇവിടെ വേപ്പുണ്ട്, അപ്പോൾ കുറച്ച് നല്ല വേപ്പിൻ്റെ ഇല കൊടുക്കുകയാണ്. ഞാൻ ഫോണും കൈ പിടിച്ച് കവറെടുത്ത് കൊടുക്കുമ്പോൾ അച്ഛനെ ചീത്ത അറിയണ്ടുള്ളൂ. ഒരു കയ്യിൽ കുന്തവും പിടിച്ചിട്ടാണ് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചെയ്യുള്ളൂ എന്ന് തന്നെ ചീത്ത അറിയാനേ. അപ്പോൾ പിന്നെ ദീച്ചുകൂട്ടിനെ കുളിയൊക്കെ കഴിഞ്ഞിട്ട് ദീച്ചുകൂട്ടിന് നന്ദുട്ടിയാണ് മേക്കപ്പ് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. കണ്ണെഴുതിയിട്ട് വാലൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്, പൊട്ടൊക്കെ ഇട്ടിട്ട്. കണ്ണങ്ങനെ എഴുതില്ലേ, വാല ഇട്ട് കൊടുക്കലാണ് ഉള്ളത്, ഇടയ്ക്ക് ഇട്ട് കൊടുക്കുള്ളൂ. അപ്പോൾ നന്ദുമേമ്മയുടെ അടുത്തായിരുന്നു കുട്ടി മേക്കപ്പിൻ്റെ പരിപാടികൾക്കൊക്കെ എന്നും കാണിച്ചു കൊടുക്കണമെങ്കിലും കൂടെ പരന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ പിന്നെ തുണിയൊക്കെ വാഷ് ചെയ്യാൻ വേണ്ടിയിട്ട് മെഷീനിലാണ് ഇട്ടത് കേട്ടോ. പിന്നെ കുറച്ച് നേരം ഈ വീഡിയോ ഒന്ന് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു, നന്ദുവമ്മയും കുട്ടിയും കൂടിയിട്ട് എടുത്തിട്ടുള്ളതാണ്. അപ്പോൾ കണ്ടപ്പോൾ ഞാനിതിലിട്ടതാണ്. അവരുടെ സ്നേഹപ്രകടനങ്ങളാണ് ഇവിടെ കാണുന്നത്. പിന്നെ ഉച്ചയ്ക്ക് നമ്മൾ ചോറൊക്കെ കഴിച്ചു. വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പം നാളെ വേറെ ഒരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു, ടാറ്റാ.